PK ലേണിംഗ്സിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. 2021 കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്ന് നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 16 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത് കേട്ടോ. 16 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ആദ്യം നമ്മൾ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇടനാട്, തീരപ്രദേശം, മലനാട്, കായലോരം. ഇതിൽ തന്നെ നമുക്ക് കായലോരം നമ്മുടെ എന്തിൽ വരുന്നതല്ല, ഭൂമേഖലയിൽ വരുന്നതല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. ഇതൊരു 10th ലെവൽ പ്രിലിമിനറി എക്സാമിന്, കോമൺ പ്രിലിമിനറി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് സി, മലനാടാണ് ഏറ്റവും വലിയ ഭൂമേഖല എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് നമ്മുടെ കേരളത്തിനെ മലനാട്, ഇടനാട്, തീരപ്രദേശം ഇങ്ങനെ 3 ഏരിയ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നും കൂടി പറയാം. ഭൂപ്രകൃതിക്ക് അനുസരിച്ച് കേരളത്തെ 3ആയി തരംതിരിക്കാൻ പറ്റും. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് നോക്കിക്കേ, മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാടാണ് ഈ ഒരു ഇതിൽ കണ്ടോ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇടനാടാണ് നമ്മുടെ ഒരു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. ഇത് ഒരു ഹൈറ്റിന്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ കുന്നുകളും മലകളും പർവ്വതവും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. ഇതിനെയാണ് മലനാട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഹൈറ്റുള്ള ഏരിയ ആയിരിക്കും? 75 മീറ്ററിന് മുകളിൽ. ഇനി മലനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 മീറ്ററിന് മുകളിൽ. അങ്ങനെയെങ്കിൽ ഇടനാട് എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശത്തിന്റെയും അതുപോലെ തന്നെ മലനാടിന്റെയും ഇടയ്ക്ക് വരുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള എന്നുള്ളതാ ചോദിച്ചത്. ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇത് വരുന്നത് വെച്ചാൽ 48%. അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ അങ്ങനെയാണ്, ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണെന്ന്. അപ്പൊ 48% ഭൂവിസ്തൃതിയുടെ 48% നമുക്ക് മലനാടാണ് വരുന്നത്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? കിഴക്ക് ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത്. 42%. മലനാട് 48 ആണെങ്കിൽ ഇടനാട് 42% ഭൂവിസ്തൃതിയിൽ. ടോട്ടൽ എടുക്കുമ്പോൾ 42% ഇത് വരുന്നത്. ഇനി ഇത് നോക്കുമ്പോൾ ഇടയിലാണ് അല്ലെ. അപ്പൊ 7.5 മീറ്ററിനും അതുപോലെ 75 മീറ്ററിനും ഇടയിൽ വരുന്നതാണ് ഇടനാട് എന്ന് പറയുന്നത്. 25 അടി മുതൽ 250 അടി വരെയാണ് ഈ പ്രദേശത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. ഏതിന്റെ? ഇടനാടിന്റെ ഉയരം. ഇനി കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണെങ്കിൽ അതാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. കടൽ തീരത്തോട് അടുത്തു സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന്റെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ആയിരിക്കും ഉയരം. ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 75 വരെ ഉള്ളതാണെങ്കിൽ മലനാട്, 7.5നും 75നും ഇടയ്ക്കുള്ളവരാണെങ്കിൽ ഇടനാട്, 7.5 വരെ അതുവരെയുള്ള 7.5 മീറ്റർ വരെ ഉള്ളവരാണെങ്കിൽ അത് തീരപ്രദേശവുമാണ്. കേരളത്തിൽ എത്ര ശതമാനമാണ്? കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. അപ്പൊ 48, 42 48% ഏറ്റവും കൂടുതൽ വരുന്നത് മലനാട് 48, ഇടനാട് 42, തീരപ്രദേശമാണെങ്കിൽ 10%. ഇങ്ങനെയാണ് ആ ഒരു ഡിവിഷൻ, എത്രത്തോളം പെർസെൻറ്റേജ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും നമ്മുടെ ഒരു ഭൂപ്രകൃതി വിഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം നമ്മൾ ഓൾറെഡി നോക്കി. ഏതൊക്കെയാണ് ഭൂപ്രകൃതി? മലനാട് ഭൂപ്രകൃതി വിഭാഗമാണ്, ഇടനാടാണ്, മരുപ്രദേശവും തീരപ്രദേശവും. ഏതാണ്? നമ്മൾ തീരപ്രദേശമാണ് പഠിച്ചത്. അപ്പൊ ആൻസർ സി ആണ്. തീരപ്രദേശം എന്ന് പറയുന്നത്, മരുപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ വരുന്നതല്ല നമ്മുടെ ഭൂപ്രകൃതി വിഭാഗത്തിൽ ഫിസിയോഗ്രഫിയിൽ വരുന്നതല്ല. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ട് 3ആയിട്ടാണ്: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇതിൽ ഏത് വരുന്നില്ല? മരുപ്രദേശം എന്ന് പറയുന്നത് വരുന്നില്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ, അതായത് ഭൂപ്രകൃതി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ ചേർത്തുകൊണ്ട് തന്നെ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ കണ്ടു അല്ലേ. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രദേശം ഏതാണ്? നമ്മൾ ആദ്യമേ പഠിച്ചു അല്ലെ. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അത് മലനാടാണ്. 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. 75 മീറ്ററിന് മുകളിൽ, അതായത് 250 അടി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാവുമായ പ്രദേശമാണ് ഏതെന്ന് പറയുന്നത് മലനാട്. കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് ഈ മലനാട്ടിൽ നിന്ന് തന്നെയാണ്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 900 മീറ്ററാണ്. ശരാശരി ഉയരം 900 മീറ്ററാണ്. ഇനി ഈ മലനാട് ഇല്ലാത്തൊരു അതായത് മലനാട് എന്ന് പറയുന്ന ഭൂപ്രകൃതി ഇല്ലാത്തൊരു ജില്ലയുണ്ട് കേരളത്തിൽ, അതാണ് ആലപ്പുഴ ജില്ല.
പാടില്ല എന്ന് പറയുന്നത്. മലനാട്ടിലെ പ്രധാന കാർഷിക വിളകൾ എന്ന് പറയുന്നത് തേയില, കാപ്പി, റബ്ബറും ഏലമാണ്. തേയില, കാപ്പി, റബ്ബറും ഏലമാണ് നമ്മുടെ മലനാടിൽ കാണപ്പെടുന്ന കാർഷിക വിളകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിന്റെ ഭൂമിശാസ്ത്ര വിഭാഗമായ ഇടനാട് സ്ഥിതി ചെയ്യുന്നത് മലനാടിനും തീരപ്രദേശത്തിനും മധ്യേ, മലനാടിനും അറബിക്കടലിനും മധ്യേ, അറബിക്കടലിനും തീരപ്രദേശത്തിനും മധ്യേ, തീരപ്രദേശത്തിനും കായലുകൾക്ക് മധ്യേ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മലനാടിനും തീരപ്രദേശത്തിനും മധ്യയാണ് ഏത് കാണപ്പെടുന്നത്? ഇടനാട് കാണപ്പെടുന്നത്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഇടനാട്. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിന്റെ സവിശേഷതകൾ. കേരളത്തിന്റെ ഇടനാട് മേഖലയിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് റബ്ബർ, നെല്ല്, വാഴ, മരച്ചീനി, കുരുമുളക്, അടയ്ക്ക, കാപ്പി ഇതൊക്കെ വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ കോസ്റ്റൽ ലെങ്ത് ഓഫ് കേരള എന്ന് പറയുന്നത്. ഓപ്ഷൻ എ 551.5 കിലോമീറ്റർ, ഓപ്ഷൻ ബി 589.5 കിലോമീറ്റർ, ഓപ്ഷൻ സി 700 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 710 കിലോമീറ്റർ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 589.5 കിലോമീറ്റർ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുന്നത് ഒരു 590 തൊട്ട് 600 വരെയും പറയുന്നുണ്ട്. നമുക്ക് റീസെന്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിന്റെ ലെങ്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആൻസർ 2021 ചോദിച്ചിട്ടുള്ള ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് 589.5 കിലോമീറ്റർ ആണ്. Kerala lies along the Arabian Sea on the southwestern coast of India. The state's coastline extends from the northern district of Kasaragod to southern district of Thiruvananthapuram. അല്ലെ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയാണ് നമ്മുടെ കോസ്റ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. 9 districts in Kerala have coastline along the Arabian Sea. അപ്പോൾ അറബിക്കടലുമായിട്ട് ഇങ്ങനെ ഒരു അതിർത്തി പങ്കിടുന്ന 9 ജില്ലകളാണ് അല്ലെ നമുക്കുള്ളത്. 9 ജില്ലകളാണ്. കണ്ണൂരിലാണ് അതിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലൈൻ കൂടുതലുള്ളത്. കൊല്ലം ജില്ലയ്ക്കാണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ലൈനും ഉള്ളത്. അപ്പോൾ കേരളത്തിന്റെ തീരപ്രദേശം എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നീണ്ടു കിടക്കുന്നുണ്ട്. അതിൽ തന്നെ 9 ജില്ലകളുമാണ് അതിങ്ങനെ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശം വരുന്നത് കണ്ണൂർ ജില്ലയ്ക്കും ഏറ്റവും കുറവ് അതിർത്തി എന്ന് പറയുന്നത്, അതായത് തീര അതിർത്തി വരുന്നത് കൊല്ലം ജില്ലയ്ക്കുമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൺ വെസ്റ്റേൺ ഗട്ട്സ് വിച്ച് വൺ ഈസ് കറക്റ്റ്. വെസ്റ്റേൺ ഗട്ട്സുമായി പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതിൽ താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളതാണ്. വെസ്റ്റേൺ ഗഡ് ഈസ് എ എൻഫോൾഡ് മൗണ്ടൻ അല്ലെ, വെസ്റ്റേൺ ഗഡ് ഒരിക്കലും എൻഫോൾഡ് മൗണ്ടൻ അല്ല. വെസ്റ്റേൺ ഗഡ് വാസ് ഫോംഡ് ഇൻ ടെർഷ്യറി പീരീഡ്. വെസ്റ്റേൺ ഗഡ് ഈസ് എൻ എസ്കാർപ്മെന്റ്. വെസ്റ്റേൺ ഗഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് സെഡിമെന്ററി റോക്സ്. ഇങ്ങനെയാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. വെസ്റ്റേൺ ഗഡ് എന്ന് പറയുന്നത് എസ്കാർപ്മെന്റ് ആണ്. ദ വെസ്റ്റേൺ ഗഡ്സ് ആർ നോട്ട് എൻഫോൾഡ് മൗണ്ടൻ, അതായത് ഹിമാലയൊക്കെ പോലെ തന്നെ ഫോൾഡഡ് മൗണ്ടൻ അല്ല ഏതെന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റേൺ ഗഡ് എന്ന് പറയുന്നത്. ദ വെസ്റ്റേൺ ഗഡ്സ് ആർ മെയിൻലി എ ഫോൾട്ടഡ് എസ്കാർപ്മെന്റ് ഫോംഡ് ഡ്യൂ ടു ദ ടെക്ടോണിക് അപ്ലിഫ്റ്റ്മെന്റ് along the western edge of Deccan Plateau. They run parallel to the Arabian Sea coast of India. Western Ghats mainly consist of igneous rocks like basalt from the Deccan Trap. ഡെക്കാൻ ട്രാപ്പ് മേഖലയുടെ അതായത് ഒരു ഇഗ്നുവസ് ആയിട്ടുള്ള ഒറിജിൻ, അതായത് നമ്മുടെ ലാവയിൽ നിന്നൊക്കെയുള്ള ഒറിജിൻ എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഒരിക്കലും എന്താണ് സെഡിമെന്ററി റോക്സ് ഇല്ല. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇഗ്നുവസ് റോക്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് റിവേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ക്വസ്റ്റ്യൻ നമ്പർ 7, പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്നാണ്? പെരിയാർ, ഭാരതപ്പുഴ, ശിരുവാണി, പമ്പ. ഇതിൽ ഈ ജില്ലകൾ ഏകദേശം നമുക്കൊരു ഓർമ്മയുണ്ടെങ്കിൽ പമ്പ എന്ന് പറയുന്നത് ഒരിക്കലും പാലക്കാടോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഇല്ല. പെരിയാർ എന്ന് പറയുന്നതും അങ്ങോട്ട് പോകുന്നില്ല. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. നമുക്ക് ശിരുവാണിയും ചെറിയ ഡൗട്ട് അടിക്കും, പക്ഷേ ശിരുവാണി അട്ടപ്പാടി റീജിയനിലോട്ടാണ്. ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഏതിൽ കൂടെയാണ് പോകുന്നത്? പാലക്കാട് ചുരത്തിലൂടെയാണ് പോകുന്നത്. ആൻസർ ബി ആണ്. പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. ഏകദേശം 209 കിലോമീറ്റർ ആണ് വരുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ വിടവായ പാലക്കാട് ചുരത്തിലൂടെയാണ് ഏത് നദി പോകുന്നത്? നമ്മുടെ ഭാരതപ്പുഴ പോകുന്നത്. പതനസ്ഥാനം എന്ന് പറയുന്നത് അറബിക്കടലിലുമാണ്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ നോക്കി വെച്ചിരിക്കുക. പാലക്കാട്, തൃശ്ശൂരും മലപ്പുറം ഈ 3 ജില്ലകളിൽ കൂടിയാണ് ഭാരതപ്പുഴ എന്ന നദി ഒഴുകുന്നത്. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? നിള എന്ന പേരിൽ അറിയപ്പെടുന്ന നദി മലബാറിന്റെ സാംസ്കാരിക ജീവിതത്തിലെ വലിയ സ്വാധീനമുള്ള നദിയാണ്. നിള എന്നറിയപ്പെടുന്ന നദി ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ഇങ്ങനെ 3 ജില്ലകളിൽ കൂടിയാണ് പോകുന്നത്. ഇനി ഇതിന്റെ തന്നെ പ്രധാന പോഷക നദികൾ എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ ഇവയൊക്കെയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത്, ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതപ്പുഴയെ
വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത് കനോലി കനാലാണോ, അതുപോലെ പൊന്നാനി കനാലാണോ, പയ്യോളി കനാലാണോ, സുൽത്താൻ കനാലാണോ എന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ഭാരതപ്പുഴയെ വെള്ളിങ്കോട്ട് കായലുമായിട്ട് തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. മലപ്പുറം ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? പൊന്നാനി കനാൽ സ്ഥിതി ചെയ്യുന്നത്. കനോലി കനാൽ എന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിലൂടെ ഒഴുകുന്ന ഈ കനാൽ വടക്ക് കോരപ്പുഴയും തെക്ക് കല്ലായി പുഴയിനെയും തമ്മിൽ, കോഴിക്കോട് ജില്ലയിലെ വടക്കുള്ള കോരപ്പുഴയിനെയും തെക്കുള്ള നമ്മുടെ കല്ലായിപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കനോലി കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ട്രിബ്യൂട്ടറീസ് ഓഫ് റിവർ പെരിയാർ? പെരിയാർ നദിയുടെ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മംഗലപ്പുഴ, ഇടമലയാർ, ഗായത്രിപ്പുഴ. ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ ഇതൊക്കെ പെരിയാറിന്റെ അല്ല, ഭാരതപ്പുഴയുടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഓപ്ഷൻസിൽ ഇല്ലാത്തതെന്ന് നോക്കിയേ. 3 എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഇല്ലാത്തത് 1 and 2 ആണ് ആൻസർ. മംഗലപ്പുഴയും ഇടമലയാറുമാണ് പെരിയാറിന്റെ പോഷക നദികൾ. പെരിയാർ റിവർ എന്ന് പറയുന്നത് റിവർ ലൈൻ, അതായത് നമ്മുടെ ലൈഫ് ലൈൻ ഓഫ് കേരള, റിവർ ലൈൻ അല്ല ലൈഫ് ലൈൻ ഓഫ് കേരള എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. മുല്ലയാർ, മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടി പുഴ, അതുപോലെ തന്നെ പെരുംതുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ് ഇത്രയൊക്കെയാണ് അതിൻ്റെ പ്രധാന. ഇടമലയാറ്, മംഗലപ്പുഴ എന്ന് പറയുന്നത് ഇതിന്റെ കൈവഴിയാണ് കേട്ടോ, ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിയാണ്, ട്രിബ്യൂട്ടറി അല്ല. ഗായത്രിപ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതപ്പുഴയുടെ പോഷക നദിയാണ്, പെരിയാറിന്റെ പോഷക നദി, നോട്ട് ദ പെരിയാർ അല്ല, പെരിയാറിന്റെ പോഷക നദിയല്ല. മംഗലപ്പുഴ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടറിയാണ്, ഇതിന്റെ ട്രിബ്യൂട്ടറി അല്ല, പോഷക നദിയല്ല, കൈവഴിയാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതെന്നാണ്. നമുക്കറിയാമെന്നല്ലേ, പെരിയാർ നദി തന്നെയാണ്. ഓപ്ഷൻ ബി പെരിയാർ ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ നദിയിലാണ്. പ്രധാന അണക്കെട്ടുകൾ എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമുണ്ട്, ഇടുക്കി ഡാമുണ്ട്, ലോവർ പെരിയാർ, പൊന്മുടി ഡാമുണ്ട്, ഭൂതത്താൻ കെട്ട്, ഇതെല്ലാം ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ചെറുതോണി ഡാം, ഇടമലയാർ, കല്ലാർകുട്ടി ഡാം, കുണ്ടള ഡാം, കുളമാവ് ഡാം, ചെങ്കുളം ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇരട്ടയാർ ഡാം, ആനയിറങ്കൽ ഡാം, ഇത്രയും ഡാമുകൾ ഏത് നദിയിലാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് പെരിയാർ നദിയിലാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര എന്നാണ്. കേരളത്തിൽ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 44 നദികളാണ്. അതിൽ തന്നെ വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 41 നദികളും ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 3 നദികളുമാണ് ഉള്ളത്. അപ്പോൾ കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 41 നദികൾ, ഓപ്ഷൻ എ 41 നദികൾ ആണ്. കേരളത്തിൽ നദികളുടെ എണ്ണം 44, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41. ഇനി 3 ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറഞ്ഞു, കബനി, ഭവാനി, പാമ്പാർ. ഇങ്ങനെ ഈ 3 നദികളാണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിട്ട് കേരളത്തിലുള്ളത്. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത് എന്നാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പയാണ്. ഓപ്ഷൻ ബി പമ്പ, ദക്ഷിണ ഭഗീരഥി. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിന്റെ ജീവനാഡി. പ്രാചീന കാലത്ത് ഇത് അറിയപ്പെട്ടിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാരിസ് എന്ന പേരിലാണ് ഇത് പ്രാചീന കാലത്തില് പമ്പ നദി അറിയപ്പെട്ടിരുന്നത്. പമ്പയുടെ നീളം ചോദിച്ചു കഴിഞ്ഞാൽ 176 കിലോമീറ്റർ ആണ്. ഇതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് പീരുമേട് പീഠഭൂമിയിലുള്ള പുളിച്ചിമനയിൽ നിന്നാണ്. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. പതനസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട് കായലിലേക്കാണ് പതിക്കുന്നത്. പമ്പ ഒഴുകുന്ന ജില്ലകൾ പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴയാണ് പമ്പ നദി ഒഴുകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് അത് കഴിഞ്ഞതോട് റിവേഴ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്തത് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേനൽക്കാലത്തെ ശരാശരി മഴ ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 50 സെന്റിമീറ്റർ. ഓപ്ഷൻ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 30 സെന്റിമീറ്റർ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. മാർച്ച് മുതൽ മെയ് മാസം വരെയാണ് കേരളത്തിലെ വേനൽക്കാലം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനില ഏറ്റവും ഉയർന്നു കാണപ്പെടുന്നതാണ് വേനൽക്കാലം. ഇടിമിന്നലോട് കൂടിയ മഴയും ഈ കാലത്തിന്റെ പ്രത്യേകത. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് ആ സമയത്ത് നമുക്കറിയാം ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകാറുണ്ട്. മൺസൂണിന് മുമ്പേ ഉള്ള വേനൽ മഴ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജൂൺ മാസം തൊട്ട് നമുക്ക് മൺസൂൺ കാലം തുടങ്ങുന്നുണ്ട്, മൺസൂൺ മാസം തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേയുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നാണ് കേട്ടോ. അതിന് മുന്നേയുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാംഗോ ഷവർ എന്നുള്ളതാണ്. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രദേശമാണ് ചോദിച്ചിരിക്കുന്നത്. ചിന്നാർ, തേഞ്ഞിപ്പാലം, മുല്ലപ്പെരിയാർ, ഇരവികുളം. ഇതിൽ നമ്മുടെ കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്ന ചിന്നാർ, ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കേരളത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാറാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവിൽ, ഈസ്റ്റേൺ ചരിവിൽ
സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ മഴ കുറയുന്നത്, അതായത് മഴയിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയില്ലേ, മഴ എന്ന് പറയുന്ന ആ, അതായത് ഇപ്പൊ എന്താണ് ക്ലൗഡ് ഒരു കാറ്റ് വന്ന് കൊണ്ടുവന്ന് അടിച്ച് ഇവിടെ നിൽക്കുമ്പോൾ, അതായത് ഇപ്പൊ ഇതാണ് പശ്ചിമഘട്ടമെങ്കിൽ അവിടെ വന്നങ്ങ് ആ സൈഡിൽ അങ്ങ് മഴയായിട്ട് പെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് മഴ കിട്ടാതെ ഒരു നിഴൽ പ്രദേശം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് മഴനിഴൽ പ്രദേശം എന്ന് ഏതിനെ അറിയപ്പെടുന്നത്, ചിന്നാറിനെ അറിയപ്പെടുന്നത്. ഇനി കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് വയനാട് ജില്ലയിലെ ലക്കിടിനെയാണ് കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്. അപ്പൊ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവിൽ റെയിൻ ഷാഡോ റീജിയൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ മഴ കുറയുന്നത്. ഇത് ചിന്നാറാണ് അല്ലെ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ജില്ല എന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്, പ്രദേശം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ നേര്യമംഗലം, എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ മാസവും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജനുവരി മാസമാണ് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ ജൂൺ മാസത്തിലല്ല ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ജനുവരി മാസത്തിലുമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസംബർ, ഫെബ്രുവരി, ഏപ്രിൽ, മെയ്. ഏപ്രിൽ മെയ്യിൽ എന്തായാലും ശൈത്യമല്ല അല്ലേ. അതുപോലെ ജൂൺ, നവംബറും ശൈത്യമല്ല. ജൂൺ, സെപ്റ്റംബറും ശൈത്യകാലം, അതായത് വിന്റർ സീസൺ അല്ല. ഡിസംബർ, ഫെബ്രുവരി, ഓപ്ഷൻ എ ഡിസംബർ, ഫെബ്രുവരിയാണ് ഏതെന്ന് പറയുന്നത് കേരളത്തിൽ. ഓപ്ഷൻ എ കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പ്രധാനമായി 4 തരം കാലാവസ്ഥയാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയും. പിന്നെയുള്ളത് ഒക്ടോബർ, നവംബറിലെ വടക്ക് കിഴക്കൻ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് വരുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും, തെക്ക് പടിഞ്ഞാറൻ മൺസൂണും അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ. പിന്നെ ഉള്ളത് ശൈത്യകാലം, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ശൈത്യകാലം, അതായത് വിന്റർ സീസൺ ഡിസംബർ മുതൽ ഫെബ്രുവരിയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വേനൽക്കാലം, മാർച്ച് തൊട്ട് മെയ് വരെ വേനൽക്കാലവുമാണ് നമുക്ക് കേരളത്തിനുള്ളത്. അപ്പോൾ ഇതിൽ ശൈത്യകാലം ഏത് മാസം തൊട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഡിസംബർ, ഫെബ്രുവരി. ഓപ്ഷൻ എ ഡിസംബർ, ഫെബ്രുവരി. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ. ഇപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിൽ ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് നമ്മുടെ റിവേഴ്സും അല്ലെ നമ്മുടെ ഫിസിയോഗ്രഫിയൊക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം.